ഹൂത്തി വിമതരുടെ ആക്രമണത്തിൽ ശക്തമായി തിരിച്ചടിച്ച ഇസ്രായേൽ. യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. റാസ് ഐസ, ഹുദൈദ തുറമുഖ നഗരങ്ങളിലേക്കാണ് ആക്രമണം നടന്നത്. 2 പേർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ അറിയിച്ചു. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. രാത്രിയാണ് ഈ യമനിലെ പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങൾ കൂടിയായ റസൈസയിലേക്കും അതുപോലെ ഹുദൈദയിലേക്കും ആക്രമണം ഉണ്ടായത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, യമനിൽ നിന്നും ഒരു മിസൈൽ ഇസ്രായേലിലേക്ക് വർഷിച്ചിരുന്നു. ഈ മിസൈൽ വർഷിച്ചതിന് തൊട്ടു പിന്നാലെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം മുമ്പുണ്ടായ ഈ ആക്രമണത്തിന് ഇന്നലെ അതിരാത്രി ശക്തമായ പ്രതിരോധം തീർക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെ വളരെ ശക്തമായ ഒരു ആക്രമണം നടന്നു. ഹുദൈദയിലും അതുപോലെ തന്നെ റസൈസ പോർട്ടിലും വലിയ തോതിൽ സ്ഫോടനങ്ങൾ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചെങ്കടലിൽ ഉൾപ്പെടെ ശക്തി കേന്ദ്രമായി ചെങ്കടലിൽ ഉൾപ്പെടെ പൂർണ്ണ നിയന്ത്രണം ഉറപ്പാക്കുന്നതിന് ഹൂതി വിമതർ പ്രയോജനപ്പെടുത്തുന്ന 2 പ്രധാന പോർട്ടുകളിലാണ് ഇപ്പോൾ ആക്രമണം നടന്നിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല, ഇസ്ലാമിയ അൽ ജാമിയ എന്ന് പറയുന്ന ഒരു സുന്നി വിഭാഗത്തിന്റെ സംഘടനയുടെ നേതൃത്വത്തിനെതിരെയും ശക്തമായ ആക്രമണം ഹിസ്ബുള്ളയുടെ തൊട്ടടുത്ത കേന്ദ്രങ്ങളിൽ ലെബനനിൽ തന്നെ ഉണ്ടായി എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് ഹിസ്ബുള്ളയുടെ ടോപ്പ് കമാൻഡർമാരെല്ലാം തന്നെ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സേനയുടെ ടോപ്പ് കമാൻഡർമാർ പോലും ജീവഹാനി ഉണ്ടാവുകയും ചെയ്യുന്ന അതിശക്തമായ ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇനി ഹൂതി വിമതരെ കൂടി കൃത്യമായി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണം നടന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.